നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 31 തീയതി 1201 ആണ്ട് മകരമാസം 17 തീയതി ശനിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത് പുണർദം നക്ഷത്രമാണ്. ഇപ്പോൾ പുണർദ നക്ഷത്രം ശുഭനക്ഷത്രമാണ് എങ്കിലും ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനി എന്ന് പറയുമ്പോൾ അത്ര കണ്ട് നല്ല ദിവസമല്ല. ശനിയെ വിളിക്കുന്നത് തന്നെ മന്ദൻ എന്നാണ്. മന്ദൻ എന്ന് പറയുമ്പോൾ പതുക്കെ സഞ്ചരിക്കും, കാര്യങ്ങളെല്ലാം പതുക്കെയേ പോവുള്ളൂ, എല്ലാത്തിനും ഇഴച്ചിലുണ്ടാവും. അത് മനസ്സിലാക്കി വേണം ഇന്ന് ഓരോ കാര്യത്തിനും ഇറങ്ങാൻ. നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലൂടെ അല്ല പരാജയത്തിലൂടെ കടന്നു പോകും. കാര്യങ്ങൾ അത്ര കണ്ട് ഭംഗിയായി പോകത്തില്ല. കഷ്ടനഷ്ടങ്ങൾക്ക് ഇടവരുന്ന ദിവസമാണ്. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് കണ്ടിന്ന് ഓരോ ദിവസ കാര്യങ്ങൾ ചെയ്യുക. അതിനൊപ്പം തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള മകരമാസത്തിലെ പുണർദ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. അവർക്ക് വാർഷിക ഫലം ഒരു വർഷം എങ്ങനെ ഇരിക്കും എന്നാണ് ബർത്ത്ഡേയിലൂടെ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ അത്ര ശുഭപ്രദമായ ഒരു വർഷമല്ല നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കണേ. പലതരത്തിലെ തടസ്സത്തിനും ക്ലേശങ്ങൾക്കും അസ്വസ്ഥതയ്ക്കും കാരണമായി തീരുന്ന ഒരു വർഷത്തെയാണ് നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. കാരണം സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, കാര്യതടസ്സം വരും, ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകും, ശത്രുക്കളുടെ എണ്ണം കൂടും, അതുപോലെ പലതരത്തിലുള്ള രോഗായ ദുരിതങ്ങളാൽ ബുദ്ധിമുട്ടും. നമുക്കിതിനെ അതിജീവിച്ച് പോകണം. നമ്മൾ നേരത്തെ അറിഞ്ഞാൽ എന്ത് ചെയ്യും? അതിജീവിച്ച് പോകണം. അതിന് വേണ്ടിയിട്ട് ശനിയെ തന്നെ പ്രീതിപ്പെടുത്തണം. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം. ശനിയുടെ പിതാവായ സൂര്യഭഗവാനെ തൊഴണം. ശനീശ്വര യന്ത്രം നമുക്ക് ദേഹരക്ഷയായി ധരിക്കണം. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഇന്ന് മന്ദത്തിൻ്റെ ദിവസമാണ്. രാഹുകാലം നോക്കി ഇറങ്ങണം. രാഹു എന്ന് പറഞ്ഞാൽ പാമ്പാണ്. ഇഴച്ചിലുണ്ടാവാതെ നാഗരെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാൻ രാഹുകാലം നോക്കി വേണം യാത്രയ്ക്ക് തുനിയാൻ. അപ്പോൾ രാഹുകാല സമയം നോക്കി പോകണം. രാഹുകാലം 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 9:44 രാഹുകാലം തുടങ്ങുന്നത്. 11:11 വരെ രാഹുകാല സമയമുണ്ട്. അതുപോലെ തന്നെ ഗുളികനും യമകണ്ഠനും ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. ഗുളികകാല സമയം വരുന്നത് 6:51 തൊട്ട് 8:17 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 2:05 തൊട്ട് 3:32 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമല്ല. അതുപോലെ ഇന്നും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. 12:14 തൊട്ട് 1 മണി 2 മിനിറ്റ് വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം മുഹൂർത്തങ്ങളുടെ രാജാവാണ് അഭിജിത്ത്. അപ്പോൾ ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ശനിയുടെ വസ്ത്രം ധരിച്ചു കൊണ്ടുപോകണം. ശനിയുടെ കളറായ നീലയോ കറുപ്പോ കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അന്ന് ശനിയുടെ കളറാണ്. അപ്പോൾ ആ കളറിലെ വസ്ത്രം ധരിച്ചു പോകുമ്പോൾ ശനിയുടെ പ്രകാശം, പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആകർഷിക്കാനും നമുക്കന്ന് പല കാര്യങ്ങളിൽ ഷൈൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.